ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 വെബ് ആപ്ലിക്കേഷൻ. വെബ് ആപ്ലിക്കേഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പാർട്ടാണ് വെബ് ബ്രൗസർ. എന്താണ് വെബ് ബ്രൗസർ? നമ്മൾ കേട്ട വേർഡ് തന്നെയാണ് അല്ലേ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കാം, എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ആക്സസ് ആൻഡ് വ്യൂ വെബ്സൈറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് വെബ്സൈറ്റ്സുകളെ കാണാനും അതുപോലെ അതിനെ ആക്സസ് ചെയ്യാനും അലൗ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വെബ്സൈറ്റുകളെ കാണാനും യൂസേഴ്സിന് അത് ആക്സസ് ചെയ്യാനും അലൗ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മീനിങ് നോക്കാം. ഇൻ അതർ വേർഡ്സ്, is a special application software designed to enable the users to view and read hypertext document. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് പറഞ്ഞാൽ? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റാണ്. ഒരു ടെക്സ്റ്റിൽ നിന്ന് മറ്റൊരു ടെക്സ്റ്റിലേക്ക് പോകാനുള്ള ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റാണ് ഏത് ഹൈപ്പർ ടെക്സ്റ്റ് അറിയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു ടെക്സ്റ്റാണ് ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മറ്റു ടെക്സ്റ്റുകളിലേക്ക് മറ്റ് ടെക്സ്റ്റുകളിലേക്ക് പോവാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റുകൾക്കാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സുകൾ റീഡ് ചെയ്യാനും അത് കാണാനും യൂസേഴ്സിന് എനേബിൾ ആവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് എന്ത് വെബ് ബ്രൗസർ. അപ്പോൾ ഒരു യൂസർക്ക് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളെ കാണാനും റീഡ് ചെയ്യാനും പറ്റുന്ന ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെബ് ബ്രൗസറിൻ്റെ ഫാദർ എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ടിം ബെർണേഴ്സ്-ലീ ആണ് ഇതിൻ്റെ ഫാദർ. വേൾഡ് വൈഡ് വെബിൻ്റെ ഫാദറും ആൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് വെബ് ബ്രൗസർ നെക്സസ് ആണ്. കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് വെബ് ബ്രൗസർ നെക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നെക്സസ് ആദ്യമായിട്ട് അപ്പോൾ ആരായിരിക്കും കൊണ്ടുവന്നത്? ടിം ബെർണേഴ്സ്-ലീ ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ കീ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഡിസ്പ്ലേ വെബ് പേജ്, നമുക്ക് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നാവിഗേഷനും അതുപോലെ വെബ് പേജും നമുക്ക് അലൗ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ് സപ്പോർട്ട് സെർച്ച് ഫങ്ഷനാലിറ്റി സെർച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എനേബിൾ ബുക്ക് മാർക്കിങ് നമുക്ക് ചെയ്യാൻ, അതുപോലെ ടാബ് മാനേജ്മെൻറ്റ്, നമ്മുടെ ടാബ് മാനേജ് ചെയ്യാനും ബുക്ക് മാർക്കിങ്ങിനും എനേബിൾ നടത്തുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റി പ്രൈവസി ഫീച്ചേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമൈസ്ഡ് ഓപ്ഷനായിട്ടുള്ള ഓഫേഴ്സുകൾ കൊടുക്കുന്നുണ്ട്. മീൻസ് നമ്മൾ എന്താണോ വിചാരിച്ചത് അതവിടെ നമുക്ക് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് നമുക്ക് കിട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഒരു ഫോണിൽ നമ്മൾ ഇപ്പോൾ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുത്തു, അപ്പോൾ അതിൻ്റെ വെബ് പേജ് വന്നു അല്ലേ. നമ്മൾ നാവിഗേഷൻ കീയിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു, വെബ് പേജ് വന്നു. അതിലൊരുപാട് ഫങ്ഷനാലിറ്റി അഥവാ നമുക്ക് സെർച്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. പിന്നെ അതുപോലെ നമ്മുടെ ആ ഡാറ്റ മാനേജ് ചെയ്യുക, ബുക്ക് മാർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രൈവസിയും അതുപോലെ സെക്യൂരിറ്റിക്ക് അതിനുള്ള ഫീച്ചേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിലേക്ക് നമ്മളെ എത്തിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അബ്ദുൽ കലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വിക്കിപീഡിയയിൽ വരും. അപ്പോൾ വിക്കിപീഡിയയിൽ നമുക്ക് എന്താണ് ആൾ ജനിച്ച സ്ഥലം, ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസ് എന്തായിരിക്കും ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ആ പ്ലേസിൽ അങ്ങനെയുള്ള വാക്കുകളുണ്ട് അഥവാ അങ്ങനെയുള്ള ടെക്സ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ പ്ലേസ് മാത്രമല്ല മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ അയാളെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് അതിലുണ്ടെങ്കിൽ, ഈ ഹൈപ്പർ ടെക്സ്റ്റായിട്ട് അതിലുണ്ടെങ്കിൽ എഡ്യൂക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളെ എഡ്യൂക്കേഷൻ ലെവല് അല്ലെങ്കിൽ ആൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകും. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് വെബ് ബ്രൗസർ.
ഇനി മോസ്റ്റ് പോപ്പുലറായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാനുള്ളത് ഗൂഗിൾ ക്രോം. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും അതുതന്നെയാണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി ആപ്പിൾ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് സഫാരി എന്ന് പറയുന്നത് കേട്ടോ. ഫാസ്റ്റാണ്, ആക്യുറേറ്റ് ആണ്, പെട്ടെന്ന് ഒക്കെ നമുക്ക് എല്ലാ കാര്യത്തിലും അത് നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സഫാരി. ഒപ്പേര, ബ്രേവ്, ടോർ ബ്രൗസർ, ഇങ്ങനെയുള്ള കുറച്ച് ബ്രൗസേഴ്സുകൾ. ഇനി എൻ്റെ പിക്ചേഴ്സും നോക്കാം അല്ലേ. ക്രോം നമ്മൾ കണ്ടതാണ്, സഫാരി, ഫയർഫോക്സ്, എഡ്ജ്, ഒപ്പേര, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വെബ് ബ്രൗസേഴ്സിൻ്റെ പിക്ചേഴ്സായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാഫിക്കലായിട്ടും പറയുന്നുണ്ട്, നോൺ ഗ്രാഫിക്കലായിട്ടും പറയുന്നുണ്ട്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. അലൗ യൂസിങ് പോയിൻ്റ് ഓൺ ദ ക്ലിക്ക് മെത്തേഡ് ടു വ്യൂ, റീഡ് ആൻഡ് ജമ്പ് ഫ്രം വൺ പേജ് ടു അനദർ വെബ് പേജ് എന്നാണ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യാനും റീഡ് ചെയ്യാനും അതിനെ കാണാനും കഴിയുന്ന ഒരു മെത്തേഡുള്ള ഒരു ബ്രൗസറാണ് ഏത് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിനെ കാണാനും അതുപോലെ അത് റീഡ് ചെയ്യാനും അതിലേക്ക് പോവാനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഏത് ഈ ഒരു വെബ് ബ്രൗസറാണ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ സാധിക്കും. അവിടെ നമുക്ക് ഇമേജുകൾ കാണാം, വീഡിയോസ് കാണാം, ഗ്രാഫിക്സുകൾ കാണാം, ഫോണ്ടുകൾ, കളേഴ്സുകൾ, അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുത്തു, വെബ് ബ്രൗസർ എടുത്തു, നമ്മൾ കണ്ടു, അത് റീഡ് ചെയ്തു, അതിൽ നമുക്കൊരു ലിങ്ക് കണ്ടു, ആ ലിങ്കിൽ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് എവിടെ പോകാം, ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസറായിട്ട് നമുക്ക് പറയാം. സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ്, ഈ വെബ് ബ്രൗസർ ഗ്രാഫിക്കൽ വെബ് ബ്രൗസേഴ്സ് യൂസേഴ്സിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കാം. വ്യൂ വെബ് പേജ് വിത്ത് ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ്. വെബ് പേജിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെബ് പേജ് കാണാനും അതിനോടൊപ്പം ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് ഓൺ ലിങ്ക് ബട്ടണുകൾ, അതുപോലെ ലിങ്കും ക്ലിക്ക് ചെയ്യാനുള്ളത് യൂസേഴ്സിന് അതിന് പറ്റും ഈ ഒരു ഗ്രാഫിക്കൽ വെബ് ബ്രൗസറിൽ. അതുപോലെ ഫോമുകൾ ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോയും അനിമേഷൻസും ഒക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും. ഇമേജും ഗ്രാഫിക്സും അതും കാണാനും സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിക്ചറിലേക്കാണെങ്കിൽ ഒരു അനിമേഷനിലേക്കൊക്കെ നമുക്കിങ്ങനെ ചാടി കാണാനും അത് റീഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്സ് ഓഫ് വെബ് ബ്രൗസർ നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസറാണ്. അതിൽ പറയുന്നത് ഓൺലി ക്യാരക്ടർ ബേസ്ഡാണ്. ഇൻ ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡ് ഇറ്റ് ഡസ് നോട്ട് അലൗ സെയിം മെത്തേഡ് ആസ് അലൗഡ് ബൈ ദ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. പറയുന്നത് ഗ്രാഫിക്കൽ വെബ് ബ്രൗസറിൽ നടത്തിയ പോലെ ഇത് അലൗഡ് അല്ല. അഥവാ ടെക്സ്റ്റുകൾ, ഇമേജുകൾ, വീഡിയോസൊന്നും കാണാനുള്ള അലൗ ചെയ്തിട്ടില്ലാത്ത ഒരു വെബ് ബ്രൗസറാണ് നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. ഓൺലി ടെക്സ്റ്റ് മെസ്സേജ്, അവിടെ അത് ക്യാരക്ടർ മെസ്സേജ് മാത്രം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വെബ് പേജ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അഥവാ നമുക്ക് അങ്ങനെ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാനുള്ള ഒരു അനുവാദം ഉണ്ടെങ്കിൽ അത് നമുക്ക് മൗസിലൂടെ സാധിക്കില്ല. പകരം കീബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ താഴേക്കും മുകളിലേക്കും വലിച്ചുകൊണ്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഒരു ചെറിയൊരു മീനിങ് കൂടെ പറയാം. എ നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ആൾസോ നോൺ ആസ് ടെക്സ്റ്റ് ബേസ്ഡ് വെബ് ബ്രൗസർ. നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബേസ്ഡ് വെബ് ബ്രൗസറാണ്. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് വെബ് ബ്രൗസർ ദാറ്റ് ഡിസ്പ്ലേ വെബ് പേജ് പ്ലെയിൻ ടെക്സ്റ്റ് വിത്തൗട്ട് എനി വിഷ്വൽ എലമെൻറ്റ്സ്. ഒരു വിഷ്വൽ എലമെൻറ്റ്സും അവിടെ കാണില്ല, പ്ലെയിൻ ടെക്സ്റ്റ് പേജ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് കേട്ടോ.
ഓക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതാണ്, നേരത്തെ ഗ്രാഫിക്കൽ ഇതൊക്കെ കാണുന്നതാണ് പറഞ്ഞു, മറ്റത് കാണാത്തതാണ് പറഞ്ഞു. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമ്പോർട്ടൻസ് ഫയൽസുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫയലാണ് ഗൂഗിൾ ഡ്രൈവ്. ഇറ്റ് ഈസ് എ ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രോണൈസേഷൻ സർവീസ് ഡെവലപ്മെൻറ്റ് ബൈ ഗൂഗിൾ. നമ്മുടെ ഫയലിനെ സമന്വയിപ്പിക്കാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു സർവീസാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് ഏപ്രിൽ 24, 2012 ഏപ്രിൽ 24, 2012. അതുപോലെ എന്താണ് പറഞ്ഞത്, ഗൂഗിൾ ഡ്രൈവ് അലൗസ് യൂസേഴ്സ് ടു സ്റ്റോർ ഫയൽ ഓൺ ദയർ സർവീസ്, സിങ്ക്രോണൈസ് ഫയൽ അക്രോസ് ദ ഡിവൈസ് ആൻഡ് ഷെയർ ഫയൽ. നമ്മുടെ ഫയലുകളെ ഷെയർ ചെയ്യാനും ഡിവൈസ് ഉപയോഗിച്ച് സമന്വയിപ്പിക്കാനും സിങ്ക്രോണൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതുമായ ഒരു ഡ്രൈവാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. വാസ്റ്റ് ഏരിയയാണ്, നമ്മൾക്ക് ഹ്യൂജ് എമൗണ്ട് ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരിക്കലും നഷ്ടപ്പെടുമെന്നില്ല, ഒരു പേടി ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ഡ്രൈവാണ് ഗൂഗിൾ ഡ്രൈവ്. അതിന് ഗൂഗിൾ ഒരു ഒരു സർവീസ് ആളുകൾക്ക് കൊടുത്തതാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചർ നോക്കുക, അതിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം, നമ്മളെ ഫോണിലൊക്കെ ഉള്ള ഒരു കാര്യമാണിത് ഗൂഗിൾ ഡ്രൈവ്.